നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് പുതിയ കർമ്മമണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനുവരി പോലെ തന്നെ ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന് പുറപ്പെട്ടിട്ടുള്ളത് എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഒരു പക്ഷേ ജൂൺ മാസം വരെയും ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടിവരും. ആത്മവിശ്വാസം കൈവടിയാതെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നേറുക തന്നെയാണ് എന്നുള്ളൊരു ധാരണയോടുകൂടി പ്രവർത്തിക്കുക തന്നെയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വേണ്ടിവരിക. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ഒരു പക്ഷേ സ്വല്പം ആശ്ചര്യം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വിജ്ഞാനം നൽകാമെന്നും പഠിച്ച വിദ്യ പഠിപ്പിക്കാമെന്നൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജോലിയോടനുബന്ധമായിട്ട് ഈ ഒരു പാത തുടർന്നാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ ഇന്നത്തെ നിലയിൽ ആധുനിക സംവിധാന പ്രകാരം ഓൺലൈൻ പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യങ്ങൾ പോലും അതിനു വേണ്ടിയതായുള്ളൊരു പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. അന്യനാട്ടിൽ വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും തൃപ്തികരമായിട്ടുള്ളൊരു ജോലി ലഭിക്കാത്തത് വഴി, അതായത് പാഠ്യപദ്ധതി പൂർത്തീകരിച്ചു, ഉപരിപഠനത്തിന് 2 കൊല്ലത്തെ 1 കൊല്ലത്തെ പഠന പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫെബ്രുവരി മാസത്തിൽ പൂർത്തീകരിച്ചാൽ പോലും ആ രാജ്യത്ത് തൃപ്തികരമായിട്ടുള്ള ഒരു ജോലി ലഭിക്കുമോ എന്നൊരു ആശങ്ക ഉള്ളതിനാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പഠിച്ച വിദ്യ ഏതു രാജ്യത്തിലായിരിക്കും കൂടുതൽ ആവശ്യകതയുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ രാജ്യത്തിലേക്ക് മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൽ എത്തിച്ചേർന്നാൽ 4 മാസത്തിനുള്ളിൽ തന്നെ വളരെ നല്ല നിലയിൽ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണകൾ ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പലപ്പോഴും പലരും സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് വാഗ്ദാനങ്ങളൊക്കെ നൽകും. പക്ഷേ അതിൽ വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്ന ചിലർക്കൊക്കെ തന്നെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി ചിലരൊക്കെ തന്നെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാൻ തീരുമാനിക്കും. വേറെ ചിലർക്ക് ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന ധാരണ ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖയോ അന്വേഷിച്ചറിഞ്ഞ് വരും വരായികളും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാൻ ധാരാളം സാധ്യത കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്നത്തെ നിലയിൽ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് നിലവിലുള്ള വ്യാപാര വിപണന മേഖലയെ തന്നെ അതിജീവിച്ചുകൊണ്ട് മറ്റു വ്യാപാര മേഖലകൾക്ക് വളരെയധികം ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് മാത്രമേ അതിനുള്ള പണം മുതൽ മുടക്കാവൂ. അല്ലെങ്കിൽ പരാജയം ഉണ്ടായിത്തീരുവാൻ സാധ്യതയുണ്ട്. തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയും പ്രശസ്തിയും മക്കൾക്കുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് ഇനി 1-2 മാസം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1 മാസമായി തുടങ്ങി വെച്ചിട്ട് ഇനിയും 1-2 മാസം ഉള്ളതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടും മനസ്സിന് ഇണങ്ങിയതുമായിട്ടുള്ള മറ്റൊരു ജോലി ലഭിച്ചതിനാൽ ഒരു പക്ഷേ സ്വല്പം നിലവിലുള്ളതിനേക്കാൾ ശമ്പളം കുറഞ്ഞു എന്ന് വരാം, ആനുകൂല്യങ്ങൾ കുറഞ്ഞു എന്ന് വരാം. അങ്ങനെയുള്ളൊരു ജോലിയിലേക്ക് മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി
മെയ് ജൂൺ എന്നീ മാസക്കാലങ്ങളിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പൂർണ്ണ വിശ്രമത്താൽ കുറച്ച് 2-3 മാസമായിട്ട് തൊഴിൽ മണ്ഡലങ്ങളിലുള്ള കാര്യങ്ങളിലെല്ലാം സ്വല്പം ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളിൽ ഒരു ധ്രുവീകരണം വേണ്ടിവരും. പലപ്പോഴും പലരെയും നേരിട്ട് സമീപിച്ചുകൊണ്ട് അതൊരു പുനഃപ്രവർത്തനം അവലംബിക്കുന്നു എന്ന ധാരണ പോലും നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കാം എന്ന ധാരണ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമായിരിക്കാം, വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരവും കൂടി ചില പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുന്നത് ഒരു മുറി കൂടുതൽ എടുക്കുന്നതിന് ഉപകരിക്കുവാനും സാധ്യതയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം അബദ്ധങ്ങളെ അതിജീവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും നിഷ്കർഷയോടുകൂടിയതായുള്ള സമീപനം ഗുണകരമായി തീരും. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ 2024 ഒടുവിലോ 2025 തന്നെ പൂർത്തീകരിക്കുന്ന പല വിധത്തിലുള്ള പദ്ധതികളും ഏറ്റെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിലവിൽ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമി വിൽപ്പന ചെയ്തുകൊണ്ട് ഏറ്റെടുക്കുന്ന പക്ഷം അതിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും യോഗം കാണുന്നുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ വേണ്ടി വരുന്നതിന് ദേഹക്ഷീണം അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വേറെ ചിലർക്ക് പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളും ദേഹക്ഷീണം വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും രക്തത്തിലെ ചില രക്തത്തിലെ കുറവ് കൊണ്ട് ചില അപാകതകളെ കൊണ്ട് അതിന് മാറ്റങ്ങൾ വരുത്തുവാനും അതിന് തക്കവണ്ണമുള്ളൊരു ഔഷധ രീതികൾ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അമിതാവേശം നിയന്ത്രിക്കേണ്ടതാണ്. ഏതൊരു കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുക മാത്രമല്ല, പലപ്പോഴും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ ഗുണകരമായി തീരാൻ തന്നെയാണ് യോഗം കാണുന്നത്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്ന് സാമ്പത്തികമായുള്ള നേട്ടം കുറവുള്ളതുകൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ പോലും ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ തന്നെ യോഗം കാണുന്നുണ്ട്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വരുന്ന 3 മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും. മാതാപിതാക്കളുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹാശിസ്സുകളും അവരുടെ പ്രാർത്ഥനകളും തന്നെ ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. സ്വയം തീരുമാനിച്ച വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്, വിജയസാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുമെങ്കിലും മാതാവിന് ഇനി മുതൽ കൂടുതൽ സംരക്ഷണം, കൃത്യമായുള്ള രീതിയിൽ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതിന് ഭാഗമായിട്ട് വിദഗ്ധമായുള്ള വൈദ്യ പരിശോധനയും അതിലൊരു ചികിത്സാ രീതികളും തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ മറ്റൊരു ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പലപ്പോഴും വളരെ നിർണായകമായിട്ടാണ് പല കാര്യങ്ങളും കണ്ടെത്തുക. അതായത് മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല കാര്യങ്ങളും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആശങ്ക പലപ്പോഴും വർദ്ധിക്കും. ഉടമസ്ഥരെ ധരിപ്പിക്കുന്ന പക്ഷം പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടിയെല്ലാം അതിനെ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ തിരുത്തി അത് വേണ്ട വിധത്തിൽ അവലംബിക്കുവാനൊരു പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് ഏറ്റവും
ഉതകുന്ന വിധത്തിൽ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിഷ്ഠയോടുകൂടിയതായുള്ള സമീപനം അനുകൂലമായുള്ള വിജയത്തിന് വഴിയൊരുക്കും. ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാൻ വ്യായാമത്തിനും പ്രാണായാമം, ഭക്ഷണക്രമീകരണം എന്നിവയ്ക്ക് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതിനു പുറമെ സുഹൃത്ത് തുടങ്ങുന്ന കാർഷികമായുള്ള മേഖലകൾക്കും സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. ചിന്തിക്കുന്നതും പറയുന്നതുമായുള്ള കാര്യങ്ങളിൽ ചില സമയത്ത് ഒരു അപാകതകളുണ്ടോ എന്ന തോന്നലൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ കാലത്തിൻ്റെ യുവതലമുറകളുടെ മാറ്റമായിരിക്കാം ഈ ചിന്താഗതിയുള്ള വ്യത്യസ്തതകൾ. എന്തായാലും കാലത്തിനനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നിലനിൽപ്പിന് അനുകൂലമായി തീരുകയുള്ളൂ എന്ന ആത്മവിശ്വാസത്തോടുകൂടി പുതിയ വിദ്യ ആർജിക്കേണ്ടി വരും. പുതിയ ഭരണ സംവിധാനത്തിലെ ചില സാരാംശങ്ങൾ സ്വീകരിക്കേണ്ടി വരും. കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടും കൊണ്ട് പുതിയതായുള്ള പ്രവർത്തന ശൈലി അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കാര്യഗൗരവക്കുറവുള്ള മക്കൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും അവർ ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടും, പഠിക്കുന്നുണ്ട്, വിജയശതമാനം കുറവാണ് എങ്കിൽ പോലും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സ്വല്പം അനാവശ്യമായുള്ള ആധിയൊക്കെ എല്ലാം ഒഴിവാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചുമതലകളെല്ലാം തന്നെ മക്കളെ തന്നെ കാലത്തിനനുസരിച്ചും പ്രായത്തിനനുസരിച്ചും ഏൽപ്പിക്കുക തന്നെ ആയിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യത കാണുന്നു. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു. അപരിചിതരുമായുള്ള ആത്മബന്ധത്തിൽ രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി വന്നു ചേരുന്നത് വഴി ചില കാര്യങ്ങളിലെല്ലാം തന്നെ ആശ്ചര്യം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ഉന്നതരുടെ ശുപാർശയിൽ തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ചില കരാർ ജോലികൾ വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. അധിവാസ ഭൂമിയോട് അനുബന്ധമായിട്ടുള്ള ഭൂമി വാങ്ങിക്കുവാൻ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാൻ അവസരം ഉണ്ടാകുന്നത് വഴി പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കും. വേറെ ചിലർക്ക് ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് തന്നെ ഒരു വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി അപേക്ഷിച്ച പലർക്കും അനുകൂലമായിട്ട് അനുമതി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരെ മറിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ അധ്യയന വർഷം കിട്ടുന്നതിൽ പ്രവേശനം ലഭിക്കാനൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ കൃത്യസമയത്ത് അപേക്ഷകൾ നൽകാത്തതിൻ്റെ വെളിച്ചത്തിലും പണം അടയ്ക്കാത്തതിൻ്റെ വെളിച്ചത്തിലും ഇനി സെപ്റ്റംബർ മാസത്തിൽ അധ്യയന വർഷം എന്ന നിലയിൽ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് തയ്യാറാകുവാനും അനുമതി ലഭിക്കുവാനും സാധ്യതയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായി തീരുവാനും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുവാനും മക്കളുടെ സംരക്ഷണത്തോടുകൂടി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളുടെ ക്ഷണം അവിടെ ചെല്ലണം എന്ന ക്ഷണം സ്വീകരിക്കാനിട വരുമെങ്കിൽ പോലും ഒരുപക്ഷെ ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് യാത്രയ്ക്ക് 2-3 മാസം കണ്ടുകൊണ്ട് 3 മാസത്തിന് ശേഷം പോവാം എന്ന ധാരണയോടുകൂടി തന്നെ അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. തീർത്തും അവിചാരിതമായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരുകയും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ചില കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് ഈ ചിത്ര നക്ഷത്രക്കാരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.